അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു, അതായത് ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ ഭാരതം അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് പുതിയ ഭാരതം എന്നാണ് തരൂരടക്കം പറഞ്ഞു വെക്കുന്നത്. പറയാലോ. ബഹുമാനായിട്ടുള്ള ശ്രീ ജോർജ് പൊടിപ്പാറ സാർ, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ആളാണ്. ബഹുമാനായിട്ടുള്ളൊരു സീനിയർ വ്യക്തിയുമാണ്, ജേർണലിസ്റ്റും ഒക്കെയാണ്. പക്ഷേ അങ്ങ് പറഞ്ഞു ഞങ്ങളുടെ തൊലിക്കട്ടി അല്പം കൂടുതലാണ്. ജോർജ് പൊടിപ്പാറ സാറേ, തൊലിക്കട്ടി അല്പം കൂടുതൽ തന്നെയാണ്. എന്താ കാരണം എന്നറിയാമോ? ഈ ഇന്ത്യ മഹാരാജ്യം ഉണ്ടാക്കിയത് നിങ്ങളല്ലല്ലോ, പരശുരാമനാണെന്ന് പറഞ്ഞല്ലേ. അങ്ങയോട് ഞാൻ പറയുന്നത്, ഈ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ, സാറ് പറഞ്ഞ സമയം, പറഞ്ഞ സ്ഥലം, പറയുന്ന ചാനലിൻ്റെ മുമ്പിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ തൊലിക്കട്ടി ആർക്കാണ് കൂടുതലുള്ളത് എന്ന് സാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണെന്ന് അറിയാമോ? സാർ എന്തടിസ്ഥാനത്തിലാണ് കളിയാക്കിയത്? സാർ എന്തടിസ്ഥാനത്തിലാണ് വലിയ വീരവാദം പറഞ്ഞത്? സാർ എന്തടിസ്ഥാനത്തിലാണ് BJPയുടെ മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു BJPയുടെ മാത്രമാണെന്ന് സർവ്വവിധ ബഹുമാനത്തോടും പറയട്ടെ, പറയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയരുത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്? എന്താണ് തുലനം ചെയ്തു നോക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഷ ഇത്ര കാലമായിട്ട് ആസ് എ സീനിയർ നിങ്ങൾക്ക് മനസ്സിലായില്ല? അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല? കോൺഗ്രസ് ഉണ്ടായിരുന്ന കാലഘട്ടം, ഭരിച്ച കാലഘട്ടവും BJP ഭരിച്ച കാലഘട്ടവും തുലനം ചെയ്തു നോക്കുക. ആ തുലനം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും വിഷൻ, ഈ നാടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഈ നാടിൻ്റെ വളർന്നു വരുന്ന തലമുറയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഈ നാടിൻ്റെ വിവിധ മേഖലകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, വർഷാവർഷങ്ങൾക്ക് ഭരിച്ച നിങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ട കാഴ്ചപ്പാടും തമ്മിൽ തുലനം ചെയ്തു നോക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി ഇന്ത്യ മഹാരാജ്യത്തോട് ചെയ്ത നീതികേട് വളരെ കൃത്യമായി മനസ്സിലാകും. ഞാൻ ചോദിച്ചോട്ടെ കൃഷ്ണരാജെ ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. നിങ്ങൾ BJPയോടോ സംഘപരിവാറിനോടോ BJPയുമായി ബന്ധമുള്ള ഒന്നിനോടും സപ്പോർട്ടില്ലാതെ നിങ്ങളൊന്ന് സാധാരണക്കാരനായിട്ട് ചിന്തിച്ചു നോക്ക്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ മേഖലയെടുത്തോ നിങ്ങൾ അത് വളർന്നു വരുന്ന ചെറിയ കുട്ടികളുടെ ആയിക്കോട്ടെ, വിദ്യാർത്ഥികളുടെ ആയിക്കോട്ടെ, ചെറുപ്പക്കാരുടെ ആയിക്കോട്ടെ, മധ്യവയസ്കരുടെ ആയിക്കോട്ടെ, വൃദ്ധന്മാരുടെ ആയിക്കോട്ടെ, കർഷകൻ്റെ ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ, മറ്റ് ഇക്കണോമിക് ഗ്രോത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെയിൽവേ സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയായിക്കോട്ടെ, ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് കിട്ടുന്ന വാല്യൂ ആയിക്കോട്ടെ, ഇന്ത്യ മഹാരാജ്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന നിരവധി മേഖലയായിക്കോട്ടെ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വന്നിട്ടുള്ള വളർച്ചയായിക്കോട്ടെ, എല്ലാം ഇവർ ഭരിച്ച കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആ കാഴ്ചപ്പാടിലേക്ക് മുന്നേ എത്താൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് അടിസ്ഥാന വർഗത്തിന് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ടോയ്ലറ്റുകൾ, പൊടിപ്പാറ സാറൊന്ന് കേട്ടോ, ടോയ്ലറ്റിൽ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സൗകര്യമില്ലാത്ത ഭാരതം ഉണ്ടാക്കിയെന്ന് കാലാകാലം ഭരിച്ച കോൺഗ്രസ് എഴുതി വെക്ക് നിങ്ങൾ. ഇനി വളർന്നു വരുന്ന പെൺകുട്ടികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ എന്തേ നിങ്ങൾക്ക് സാധിക്കാത്ത? അതിനുള്ള ബോധവും ബുദ്ധിയുള്ള ഒരൊത്തെണ്ണം അതിനകത്തുണ്ടായിരുന്നില്ലേ? കർഷക മേഖലയെ സംരക്ഷിക്കുന്നത് അത് പഴയ ആളുകൾ ചെയ്തു വെച്ചതിൻ്റെ തുടർച്ചയാണ് അത്ര നരേന്ദ്രമോദി ചെയ്തത്. ആണോ? ഇവര് കോൺഗ്രസ് പാർട്ടി സാധാരണക്കാരായിട്ടുള്ള വളർന്നു വരുന്ന ചെറിയ അടിസ്ഥാന വർഗ വിഭാഗങ്ങൾക്ക് ചെയ്തു കൊടുത്തതിൻ്റെ തുടർച്ചയാണോ നരേന്ദ്രമോദി ചെയ്ത്? കൃഷ്ണരാജ് ഒന്ന് പറ. ഏറ്റവും ചെറിയ കാര്യങ്ങൾ, കർഷകന്റെ അടക്കം, പെൺകുട്ടികളുടെ അടക്കം, മാതാപിതാക്കളുടെ അടക്കം ചെറിയ കാര്യങ്ങൾ അതുപോലും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാത്ത നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളാണ് ശരിയെന്ന് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ BJP അവരുടെ തുടർച്ചയാണെന്ന് പറയാൻ നിങ്ങൾക്കുണ്ടായത്? സാർ പറഞ്ഞോ, നിങ്ങൾ പഠിപ്പിച്ചോ, നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച വെച്ചോ, നിങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്തോ. ഞാൻ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സമ്പദ് വ്യവസ്ഥ, വിദ്യാർത്ഥികൾ, വളർന്നു വരുന്ന തലമുറ, അൺഎംപ്ലോയിഡ് സെക്ടറിൽ ഉണ്ടായത്, സ്റ്റാർട്ടപ്പ് പദ്ധതികൾ വളർച്ച വന്നത്, സ്വയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമ്മൾ സ്വയം പര്യാപ്തത നേടണം. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ സ്വയം പര്യാപ്തത നേടേണ്ടത് എൻ്റെ മണ്ണിലെ
എൻ്റെ വ്യക്തികളാണ് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടായതുകൊണ്ടാണ് സാറേ അധികാരത്തിൽ വന്ന് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൃത്യമായി പ്രഖ്യാപിച്ചതും വളർന്നു വലുതാക്കാനുള്ള സാഹചര്യങ്ങൾ പൊതുസമൂഹത്തിനുണ്ടാക്കുന്നതും. നിങ്ങൾക്കൊരു പ്രയാസം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകേണ്ട, നിങ്ങൾ തുടങ്ങുന്ന കാര്യത്തിന് ഞാൻ കൂട്ടുനിന്നോളാമെന്ന് ഇന്ത്യൻ സർക്കാരിന് പറയാൻ സാധിച്ചത്. ആസ് എ ഗ്യാരണ്ടിയർ ഇന്ത്യൻ സർക്കാർ നിൽക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ എത്ര പദ്ധതികൾ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ? മൻമോഹൻ സിംഗിന് ചെയ്യാമായിരുന്നില്ലേ? അതിന് മുൻപുള്ള കോൺഗ്രസ് സർക്കാരിന് ചെയ്യാമായിരുന്നില്ലേ? എന്തേ നിങ്ങൾ ചെയ്യാഞ്ഞു? എന്തേ നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാവാഞ്ഞു? എന്തേ അതിനുള്ള കാഴ്ചപ്പാടുള്ള നേതാക്കന്മാർ നിങ്ങൾക്ക് ഉണ്ടാവാഞ്ഞു? എന്തേ നിങ്ങൾക്ക് ഭാരതത്തിനോട് സ്നേഹമുണ്ടാവില്ല? നിങ്ങൾക്ക് രാഷ്ട്രീയവും നിങ്ങൾക്ക് അധികാരവും നിങ്ങൾക്ക് അഴിമതിയുമായിരുന്നില്ലേ നിങ്ങളുടെ ആവശ്യം? നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് 11 വർഷക്കാലമായി നിങ്ങൾക്ക് ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ പാർലമെന്റിൽ കിടന്നിട്ട് പ്രസംഗിച്ചോണ്ടായൂല. നിങ്ങൾ കൃത്യമായിട്ടുള്ള അഴിമതികൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ പൊടിപ്പാറ സാറുടെ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് എണ്ണണോ സാറേ? ഞാൻ അക്കമിട്ടെണ്ണണോ? ഈ നേരം മതിയാവില്ല. നിങ്ങളുടെ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ കാട്ടുകൊണ്ടുപോയത്, മുടിച്ചു കൊണ്ടുപോയത്, പാവപ്പെട്ടവന്റെ അന്നത്തിൽ കൈയിട്ട് വാരിയ ചരിത്രം ഞാൻ പറയണോ? എന്നിട്ട് അതിൻ്റെ തുടർച്ചയത്ര നരേന്ദ്രമോദിയുടെ ഭരണവും BJPയുടെ ഭരണം എന്ന് പറയപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നല്ലതിനെ നല്ലതെന്നും ശരിയെ ശരിയെന്നും അംഗീകരിക്കാൻ നിങ്ങൾ പഠിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാവുക. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ വിഷമം വിചാരിക്കും. കാരണം BJPയുടെ ഒരു ധാരണ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വെച്ചത് കൃത്യമായ രാഷ്ട്രീയമായതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞത്. പിന്നെ ശശി തരൂരിൻ്റെ കാര്യത്തിൽ കൃഷ്ണരാജെ വളരെ വ്യക്തമല്ലേ? ശശി തരൂർ കോൺഗ്രസിൻ്റെ നേതാവാണ്, കോൺഗ്രസിൻ്റെ MP ആണ്. പിന്നെ ശശി തരൂരിൻ്റെ പേര് കോൺഗ്രസ് തന്നില്ല എന്നുള്ളത് അത് അവരുടെ കുറവാണ്. അവർ തന്ന പേരിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണ്. ഒരാൾ കർണാടകയിൽ പാകിസ്ഥാൻ്റെ കൊടി വീശിയെ ജയ് വിളിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടൊരു വ്യക്തി. മറ്റൊരു വ്യക്തിയാണെങ്കിൽ പാകിസ്ഥാനിൽ പോയി ഭാര്യയുമായിട്ട് നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് അന്വേഷണം നേരിടുന്ന അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന മറ്റൊരു വ്യക്തി. ഇത്യാദി ആളുകൾ, ഇവരെ പോലെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് പോകാൻ പ്രാപ്തിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ എന്നുള്ള ബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. പ്രാപ്തിയുണ്ടെങ്കിൽ പ്രാപ്തിയുണ്ടെന്ന് പറയാം. പിന്നെ നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച ഗുലാം നബി ആസാദ് BJPയുടെ ദേശീയ സമിതി മെമ്പറൊന്നുമല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ആനന്ദ് ശർമ്മയും BJPയുടെ നേതാവല്ല. അങ്ങനെ നിരവധി നേതാക്കന്മാരെ ഞാൻ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഞങ്ങളെക്കാൾ നല്ല ഭരണം 24/7 എന്നല്ലോ പറഞ്ഞത്, ആണോ? 24 എന്നാണോ പറഞ്ഞ കൃഷ്ണരാജെ? 26 എന്നാണെന്ന് പറഞ്ഞത്. 24 മണിക്കൂറല്ല, നരേന്ദ്രമോദിക്ക് 26 മണിക്കൂർ വരെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കധികം ഹാർഡ് വർക്കിംഗ് ആണെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരായിരുന്നവരാണ്. നിങ്ങൾ അംഗീകരിച്ച്, നിങ്ങൾ ബഹുമാനിച്ച്, നിങ്ങൾ കൊണ്ടു നടന്ന്, നിങ്ങൾ കാവടിയാടി, നിങ്ങൾ ഏറ്റവും വലിയ നേതാക്കന്മാരെന്ന് പറഞ്ഞ വ്യക്തികൾ ഇന്നത് മാറ്റി പറയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നേതൃത്വത്തിനകത്ത് പ്രാപ്തി കുറവുള്ള അല്ലെങ്കിൽ കാഴ്ചപ്പാട് കുറവുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണ് BJPയുടെ അഞ്ചത്തൊക്കെ വെക്കുന്നത്? ശശി തരൂർ പറഞ്ഞ വിഷയം അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസ് തന്നെ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെന്ന്. കോൺഗ്രസിന് ഇന്ദിരാഗാന്ധി തന്നെ അതിനെ ശരിയല്ല എന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ അടിയന്തരാവസ്ഥ ശരിയല്ല എന്നും അടിയന്തരാവസ്ഥ കാലഘട്ടം ഭാരതത്തിനോട് കാണിച്ചത് നീതികേടാണ് എന്നും ഇന്ത്യൻ ഭരണഘടന ഒരു കാരണവശാലും ഇവർ അംഗീകരിച്ചില്ല ആ സമയത്ത് എന്നും ഇന്ത്യയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അടക്കം ഹനിച്ച ആ പ്രവൃത്തിയെ പരിപൂർണമായി എതിർക്കുന്നുവെന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം തുറന്നെഴുതിയ ശശി തരൂരിനോട് നിങ്ങൾക്ക് എന്തിനാണ് വിരോധം? ഞങ്ങൾക്ക് ശശി തരൂരിനോട് ഇന്നുമില്ല സ്നേഹം, അന്നുമില്ല സ്നേഹം. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട്, കാഴ്ചപ്പാടുകളോട് ശരിയാണ് എന്ന് തോന്നിയാൽ, നാടിന് ഗുണകരമാണ് എന്ന് തോന്നിയാൽ, ഗുണകരമായ പ്രവൃത്തിയാണ് എന്ന് തോന്നിയാൽ ഞങ്ങൾ അംഗീകരിക്കുന്നേ. ഇന്ത്യ മഹാരാജ്യത്തിന് ശത്രുരാജ്യം വന്ന് ആക്രമിച്ച് പാവപ്പെട്ട ജനങ്ങളെ വെടിവെച്ചു കൊന്ന സമയത്ത്, അവിടെ കൃത്യമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തിയ സമയത്ത് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് എന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ അളിയൻ എന്ന് പറഞ്ഞ സോണിയുടെ മരുമകൻ, ആ വ്യക്തി എന്താ പറഞ്ഞതെന്നറിയോ? മുസ്ലിം സമൂഹത്തിൻ്റെ വേദനയാണെന്ന്. മുസ്ലിം സമൂഹത്തിൻ്റെ വേദന സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ നെഞ്ചത്തൊക്കെ ഇട്ട് വെടിവെച്ച് കൊല്ലുന്നതാണോ? അംഗീകരിക്കുന്നുണ്ടോ സാറേ? അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രശ്നം വന്ന് നമ്മൾ ഭാരതം കൃത്യമായി ഇടപെട്ട് കൃത്യമായി പാകിസ്ഥാന് മറുപടി കൊടുത്ത വിഷയം, ലോകരാഷ്ട്രങ്ങളിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായി പടപൊരുതാൻ ഭാരതമെടുത്ത തീരുമാനത്തിൽ ഭാരതം യാതൊരുവിധ കാരണവശാലും രാഷ്ട്രീയം നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും പോയി ടെററിസത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്നും ഇതിനെക്കുറിച്ചുണ്ടായ കാര്യം വിശദീകരിക്കണമെന്നുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ തീരുമാനമെടുത്തപ്പോൾ എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ പോയി. ആ സമയത്ത് പോയ വ്യക്തിയല്ലേ ശശി തരൂർ?
സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്, അദ്ദേഹത്തിന് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ പോയ പാർട്ടിക്കാരെ എല്ലാവരും നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാം ഭാരതത്തെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വിരോധമുള്ളത് അവനവൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ അവനവൻ്റെ രാജ്യത്തിന് കറുത്ത ഇരുണ്ട ദിനങ്ങൾ സമ്മാനിച്ചിട്ട് ആ സമ്മാനിച്ച വിഷയം വിളിച്ചു പറയുന്ന സമയത്ത് ശശി തരൂർ അത്ര വലിയ സംഭവമല്ല എന്ന് പറയപ്പെടുന്ന മേനി നടിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ മനസ്സിനകത്ത് വരുന്ന അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകുന്ന പ്രയാസമാണ് അത്. അതൊരിക്കലും BJPയുടെ നെഞ്ചത്ത് വെച്ച് കെട്ടണ്ട. പിന്നെ ശശി തരൂർ പ്രാധാന്യമുള്ളവനാണോ കോൺഗ്രസിന്? കോൺഗ്രസ് ശശി തരൂർ വലിയ സംഭവമാക്കി കാണുന്നു. അതൊക്കെ നിങ്ങളുടെ പാർട്ടിയോട് ചോദിച്ചോ, നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിച്ചോ. ഞങ്ങൾക്ക് അതൊന്നും ബാധകമില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും നിലപാടിനോടാണ് അനുകൂലിപ്പാറയ്ക്ക് മറുപടി ഉണ്ടാവും. പക്ഷേ ബി റജി, അതായത് ഈ അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കുമ്പോൾ ശശി തരൂർ വിരൽ ചൂണ്ടുന്നത് ആർക്ക് നേരെയാണ്? ഇന്ദിരയ്ക്കെതിരെ, സഞ്ജയ് ഗാന്ധിക്കെതിരെ, അതുവഴി ആ കുടുംബത്തിൻ്റെ രാഷ്ട്രീയ ആധിപത്യത്തിനെതിരെയാണ്. അതിലൊരു തർക്കവും വേണ്ട. അങ്ങനെയെങ്കിൽ കൃത്യമായി ഉന്നം വയ്ക്കുന്നത് രാഹുലിനെയാണ്. ഈ ഖർഗെയാണ് AICCയുടെ അധ്യക്ഷനെങ്കിലും രാഹുൽ അതുക്കും മേലെയാണല്ലോ കോൺഗ്രസ്സുകാർക്ക്. നോക്കൂ ശ്രീ കൃഷ്ണരാജ്, ഇവിടെ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. കോൺഗ്രസിന് അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ ഭേദഗതി വരുത്തിയ 42ാം ഭരണഘടനാ ഭേദഗതിയെ 78-ലെ 44ാം ഭരണഘടനാ ഭേദഗതി വരുത്തുമ്പോൾ അതിനെ ഒരു തരത്തിലും അതിനെ ഇന്ദിരാഗാന്ധി എതിർക്കുകയുണ്ടായില്ല. മാത്രമല്ല, പ്രണബ് മുഖർജി ഉൾപ്പെടെയുള്ള, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആ കാലഘട്ടത്തിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ചില ഉദ്യോഗസ്ഥരുടെ നടപടികളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബഹുമാന്യനായ ശശി തരൂർ 2024 എഴുതിയത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാപരമായ നടപടിയായിരുന്നു അന്ന് സ്വീകരിച്ചത് എന്നാണ് ബഹുമാന്യനായ ശശി തരൂർ എഴുതി വെച്ചത്. അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റവും മലക്കം മറിച്ചിലും നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത ഒരു നേതാവും ആകുമ്പോൾ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് ഒരു നേതാവിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ്, അവരുടെ കമ്മിറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ്, അവരുടെ വിശ്വാസത്തിലെ നിലപാടുകളിലെ ഉറപ്പ് നോക്കിയിട്ടാണ്. ഇവിടെ ബഹുമാന്യനായ ശ്രീ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അദ്ദേഹം വളരെ വാചാലനായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ആ പാർട്ടിയുടെ നയനിലപാടുകളെ എതിർത്തുകൊണ്ട് പൊതുമധ്യത്തിൽ ആ പാർട്ടിയെ വിമർശന വിധേയമാക്കുവാൻ, എതിരാളികൾക്ക് കടിച്ചു കീറുവാൻ അവസരം ഇട്ടുകൊടുക്കുന്നതിനെ അദ്ദേഹം ന്യായീകരിക്കുമ്പോൾ ബഹുമാന്യനായ BJP സുഹൃത്തെ ഒന്ന് അദ്ദേഹം അങ്ങ് ആലോചിക്കൂ. 28/5/2025 ഇവിടെ കേരളത്തിൻ്റെ BJPയുടെ ജനറൽ സെക്രട്ടറി ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നതെന്നറിയാമോ? അതായത് നേതൃത്വത്തിൻ്റെ അറിവ് കൂടാതെ ഒരാളും ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കാൻ പാടില്ല, കോടതികളിൽ പോകാൻ പാടില്ല. ഇത് പാർട്ടിയുടെ അച്ചടക്കമാണ്. ഞാൻ ആ പാർട്ടിയെ കുറ്റപ്പെടുത്തിയല്ല ചെയ്തത്. ഓരോ പാർട്ടിക്കും അതിൻ്റേതായ അച്ചടക്കമുണ്ട്, അതിൻ്റേതായ ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ അതിന് മറികടക്കുന്നത് എന്തുദ്ദേശത്തിലാണ് എന്ന് സ്വയം വിലയിരുത്തുക കൂടി വേണം. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് മതേതരത്വത്തിലും ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും ബഹുസ്വരതയിലും വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു അംഗത്വമാകുമ്പോൾ അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് നോവും. കാരണം ഈ എന്താണ് ബീഹാറിലെ SIR നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സ്വാതന്ത്ര്യമാണല്ലോ തരൂർ ഇങ്ങനെ ആവർത്തിച്ച് പങ്കുവെക്കുന്നത്. അതെ, അപ്പോൾ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിച്ചാണല്ലോ. പിന്നെ എങ്ങനെയാണ് തരൂർ അന്യനാകുന്നത്? തരൂര് ഒരു പാർട്ടിയുടെ അച്ചടക്കത്തെ അദ്ദേഹം ലംഘിക്കുമ്പോൾ, അദ്ദേഹം പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ എതിർ പാർട്ടിക്കാർ അല്ലെങ്കിൽ BJPക്കാർ ആ നടപടികളെ BJPക്കാർ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ അതാണ് ചോദിക്കുന്നത്. BJPക്കാർ ഇറക്കിയിട്ടുള്ള സർക്കുലർ അവരവരുടെ പാർട്ടിയുടെ നേതൃത്വം അറിയാതെ അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നാണ്. എന്നിട്ട് എതിർ പാർട്ടിയിലെ ഒരാൾ ആ പാർട്ടിയുടെ നയപരമായ നിലപാടുകളെ എതിർക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ രംഗത്ത് വരുന്നു. എത്ര വിരോധാഭാസമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ BJP അവർക്ക് സഹിക്കില്ല. കാരണം എന്താണ്? അദ്ദേഹം വഴങ്ങുമെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയേണ്ട കാര്യം ചോദിക്കൂ. നോക്കൂ, ഞാൻ ഇത് പറഞ്ഞു തരട്ടെ. അതായത് ശരി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു പറഞ്ഞാട്ടെ. ഒറ്റ ചോദ്യം, സോറി ചേട്ടാ, ഈ പറഞ്ഞതിൻ്റെ മറുപടിയിൽ അതും കൂടി ഉൾക്കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചേട്ടാ. അങ്ങ് പറഞ്ഞല്ലോ BJPയുടെ ഒരു പ്രസ് റിലീസ് ഒരു സർക്കുലറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അങ്ങ് പറഞ്ഞല്ലോ. ചോദിച്ചോട്ടെ റേച്ചേട്ടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പത്രക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വന്നിട്ട്, അത് ഏതും ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, നേതാവ് ആയിക്കോട്ടെ, ആ മൈക്ക് അങ്ങ് മാറ്റി അല്ലെങ്കിൽ ആ കടലാസ് അങ്ങ് വലിച്ചു തീരി കളയുന്നത് അത് ശരിയാണോ സാർ?
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 10 വർഷം ഉണ്ടായിരുന്ന ആളെ റിമോട്ട് കൺട്രോൾ ചെയ്ത് ഭരിച്ച് ആ പ്രവൃത്തി നടത്തിയിട്ടുള്ള ബഹുമാന്യായിട്ടുള്ള സോണിയ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ അങ്ങ് നോക്കണം സാർ. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും സോണിയ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും എത്ര വാല്യൂ നിങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് കൊടുത്തു എന്ന് അങ്ങൊന്ന് ഇതിനകത്ത് മറുപടി പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. രാഹുൽ ചെയ്ത പ്രവൃത്തിയും അങ്ങൊന്ന് പറഞ്ഞു തന്നാൽ സന്തോഷമായിരുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അങ്ങ് ചോദിച്ചത് വളരെ ഒരു പ്രത്യേക പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന ബഹുമാന്യനായ നരേന്ദ്രമോദി ഒരു തവണയെങ്കിലും പത്രക്കാരെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അതേസമയം അതിനു മുമ്പ് കോൺഗ്രസ് നോക്കൂ, ഇനി അത് മാത്രമല്ല, 14 തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഞാൻ ഇടപെട്ടു, ഞാനാണ് ആ ഒരു സീസ് ഫയർ ഉണ്ടാക്കാൻ ഇടപെട്ടതെന്ന് പറഞ്ഞു. ആരെങ്കിലും, അതായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആരെങ്കിലും ഒരാൾ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ കോൺഗ്രസിനെ കുറ്റം പറയുമ്പോൾ ഇതോടെ നോക്കണം. കാരണം ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ഇവർക്ക് ട്രംപ് പറയുന്നതാണോ വിശ്വാസം, അതോ ഭാരത സർക്കാർ പറയുന്നതാണോ വിശ്വാസം? ചോദിച്ചേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ട്രംപിനെയാണോ കോൺഗ്രസിന് വിശ്വാസം, ഭാരതത്തിന്റെ സർക്കാരിനെയാണോ വിശ്വാസം? സർക്കാർ പറഞ്ഞോ, വിദേശമന്ത്രി കൃത്യമായി പറഞ്ഞു, വിദേശകാര്യമന്ത്രി കൃത്യമായി പറഞ്ഞില്ലേ, ആരുടെയും മധ്യസ്ഥത ഉണ്ടായിരുന്നില്ല, കൃത്യമായി പറഞ്ഞില്ലേ? അപ്പൊ കോൺഗ്രസ് ഇഷ്ടം ട്രംപിനെ നയം നിർത്തേണ്ട സാറേ, അത് തന്നെയാണ് മൂന്നാമത്തെ തവണയും ഹീറോ പ്രതിപക്ഷത്തിരിക്കുന്നത്. എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് സംബന്ധിച്ച് ഒരു അക്ഷരം സംസാരിച്ചിട്ടുണ്ടോ? എന്റെ ചോദ്യം ഡയറക്റ്റാ. ട്രംപിനെയാണോ വിശ്വാസം, ഇന്ത്യയുടെ സർക്കാരിനെയാണോ വിശ്വാസം? പറ. ഇന്ത്യ ഗവൺമെന്റിനെ. പക്ഷെ ഇന്ത്യൻ സർക്കാർ എന്തുകൊണ്ട് അതിലൊരു ശബ്ദം ഉയർത്തുന്നില്ല? പിന്നെ ട്രംപ് പറഞ്ഞ കാര്യം വിളിച്ചാവുന്ന കാര്യം എന്താ ഉള്ളത്? 14 തവണയാണ് ട്രംപ് ആവർത്തിച്ചത്. 14 തവണ. എന്തുകൊണ്ട്? 25 തവണയായിക്കോട്ടെ. ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ബഹുമാനായ ജയശങ്കർ കൃത്യമായി പറഞ്ഞില്ലേ, അതിനെല്ലാം അംഗീകരിക്കണ്ടേ? എവിടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി? അദ്ദേഹം എന്തുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല? ശരി ശരി ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം പറയാൻ പാടുള്ളൂ എന്ന് എന്താ തീരുമാനം? ഞങ്ങളുടെ സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്, കൃത്യമായ ശൈലിയുണ്ട്. പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ട ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത അതിന്റെ അനുബന്ധ സംഘടനകളും കോൺഗ്രസിനെ എക്കാലവും എതിർക്കും, ഒരു സംശയവുമില്ല, അതിലൊരു തർക്കവുമില്ല. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും നിങ്ങൾ വഹിച്ചിട്ടില്ല. നോക്കൂ, ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന് 1980 ലഭിച്ച സീറ്റിന്റെ എണ്ണം എത്രയാണെന്നറിയാമോ? 353 സീറ്റോടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് മറക്കരുത്.